അമിതമായ മദ്യപാനം കൂടാതെ ഈ കൊക്കക്കോള അതുപോലെ ജങ്ക് ഫുഡ്സ് ഇത്തരത്തിലുള്ള കോൾഡ് ഡ്രിങ്ക്സിന്റെയും അമിതമായ ഉപയോഗം കൊണ്ടും ഇത്തരം അസുഖം ഉണ്ടാവാറുണ്ട് അല്ലേ? ഈ മദ്യപാനത്തിനെ കുറിച്ച് ഒരു ജോക്കുണ്ട്. അതായത് മദ്യപാനം അല്ലെങ്കിൽ കോക്ക് എന്താണോ, നമ്മളിപ്പം ഒരു തമാശയ്ക്ക് പറയുന്നതാണ്, ഒരു ഗ്ലാസ് എടുത്തു, അതിൽ നമ്മുടെ ഒരു പല്ലിടുക അല്ലെങ്കിൽ ഒരു വേം ഇടുക, അതിട്ടാൽ പല്ലാണെങ്കിൽ വിത്തിൻ 3 days അത് ദ്രവിച്ച് ആ പല്ലിന് അതിന്റെ ബാക്കി ഭാഗം ഞാൻ പറയണം, അത് ഡിസോൾവ്, അത് കാണാൻ പല്ലിന്റെ ഒരു റെസിഡ്യൂ പോലും കാണാനുണ്ടാവില്ല. പുഴുവാണെങ്കിലും അതേ പുഴു ചത്തിരിക്കും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പുഴുവും മങ്ങി വാനിഷ് ചെയ്യും ഇൻടു തിൻ എയർ. അപ്പോൾ ശരിക്കും ഇത് കുടിക്കുന്ന ആൾക്കാർക്ക് ഇത് കുടിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പുഴുക്കളും കൃമികളും ഒക്കെ അത് വഴിക്ക് എന്നെങ്കിൽ ചത്തോളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത്രേ. അതെ അതെ, അതാണ് സത്യം. പക്ഷേ ഇത് അകത്തോട്ട് ചെല്ലുമ്പോൾ ഇറ്റ് കോസസ് ഡീജനറേഷൻ അല്ലേ, നമ്മുടെ സെൽസിന്റെ ഡീജനറേഷൻ ആണ്. അല്ലെ, കരൾ വീക്കം എന്ന് പറയുന്ന ഒരു അസുഖത്തെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും സാധിക്കില്ല അല്ലെ? പനി, അതുപോലെ രക്തസ്രാവം, അതുപോലെ മറ്റ് പല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ കരൾ വീക്കത്തിനും പൊതുവെ കണ്ടുവരുന്നത്. താങ്ക്സ് ടു സ്കാൻസ്, നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിലൂടെ വേഗം കണ്ടെത്താൻ പറ്റും കരളിന്റെ ഒരു ടെക്സ്ചറും ഇതുമൊക്കെ. അതൊരു നല്ല കാര്യമാണ് നമ്മുടെ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചത് അല്ലേ? അതെ അതെ. അടുത്ത സെഗ്മെന്റ് ഏതായാലും അടുത്ത സെഗ്മെന്റിലേക്ക് പോയിട്ട് തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ധർമ്മദേവത, അതുപോലെ ഗ്രാമദേവത, കുലദേവത അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇത്തരം എല്ലാ വിശ്വാസങ്ങളും ഒന്ന് തന്നെയാണോ, അതോ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഈ ധർമ്മദേവതാ സങ്കല്പം എന്ന് പറയുന്നത്, ധർമ്മദേവത എന്ന് പറയുന്നതാണ്, ഈ സങ്കല്പമാണ് ശരിക്കും ഏതൊരു വ്യക്തിയെയും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ശക്തിയാണ് ഈ ധർമ്മദേവത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഒന്ന് ഗ്രാമദേവത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദേവതയാണ് ഗ്രാമദേവത. പിന്നെ ഭരദേവത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭവനത്തിൽ, നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ദേവതയാണ് ഭരദേവത. അപ്പോൾ ഇത് തന്നെ ചിലരുടെ ഭരദേവത മറ്റുള്ളവർക്ക് ധർമ്മദേവതയായിട്ട് വരാറുണ്ട് അപൂർവമായിട്ട്. അതേപോലെ ചിലരുടെ ഗ്രാമദേവതയും ചിലർക്ക് ധർമ്മദേവതയായിട്ട് വരാറുണ്ട്. അതായത് ചിലർക്ക് ഗ്രാമദേവതയാണെങ്കിലും മറ്റു ചിലർക്ക് അത് ധർമ്മദേവതയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഭരദേവത, ഗ്രാമദേവത, ധർമ്മദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെറ്റമ്മ എന്ന സ്ഥാനം വരുന്നത് ധർമ്മദേവതയ്ക്കാണ്. അപ്പോൾ ഈ ധർമ്മദേവതയുടെ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഒരാൾ പൂജയ്ക്ക് വരികയാണെങ്കിൽ അവർക്ക് ധർമ്മദേവതാ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൂജാ പരിഹാരം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു വ്യത്യാസമാണത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടി, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിലൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ മാരകരോഗം പിടിച്ചവരൊക്കെ വരുമ്പോൾ ഇതൊക്കെ മാറ്റുന്നത് ശരിക്കും അവരുടെ ധർമ്മദേവതനെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ്. അതൊരു അവരുടെ പിതൃവിനെ കൂട്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ആ ധർമ്മദേവത അറിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരു നാണയം മാറ്റി വെച്ചിട്ട് പിന്നീട് കണ്ടെത്തി അവിടെ ഒരു സമർപ്പണം വഴിപാടൊക്കെ ചെയ്യാൻ പറയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് പൂജയ്ക്ക് വന്നു പോകുന്ന ഒരു പാർട്ടി ആകെ ഒരു പ്രാവശ്യം മാത്രം പൂജയ്ക്ക് വന്നാൽ മതി. പിന്നെ അവർ നമ്മുടെ അടുത്ത് പൂജയ്ക്ക് വരേണ്ട കാര്യമില്ല. അതോടുകൂടി അവരങ്ങ് രക്ഷപ്പെട്ടു പോകണം. അതായത് നമുക്ക് അവർ പിന്നീട് ഒരു വരുമാനം കൊണ്ടുതരേണ്ട ഒരു ആവശ്യമില്ല. അതായത് അവർ നമ്മളിലൂടെ രക്ഷപ്പെട്ട് അവർ പിന്നീട് വേറെ ആളെ കൊണ്ടുതരും. അപ്പോൾ നമുക്ക് ഒരിക്കലും അവർ ഇരയാവേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും പറയുന്നത് നമ്മളുടെ ജീവിതം, അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പോൾ പല ആത്മീയ ആചാര്യന്മാരെയൊക്കെ പിന്നാലെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ജോലി എടുക്കുന്നതിൻ്റെ ഒരു വീതം ഈ ആചാര്യ കുലത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ മാസവും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് തന്നെ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും എങ്ങും എത്താൻ പറ്റാതെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഈ തടസ്സം തീർക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ധർമ്മദേവതയുടെ സഹായം വേണം, നിങ്ങളുടെ. അപ്പോൾ ഈ ധർമ്മദേവതനെ അറിയില്ലെങ്കിൽ നമ്മളത് എവിടെയാണോ ഇവരുടെ അധിവസിച്ചിരുന്ന സ്ഥലം, ഇവരുടെ പൂർവികര്, അതിപ്പോൾ നമ്മളുടെ അടുത്ത് മറ്റ് മതക്കാർ വന്നാലും നമ്മൾ ധർമ്മദേവതനെ കാണിക്കും. അതായത് ഒരു ക്രിസ്ത്യൻ വന്നാലും അവർ പറയും ഞങ്ങൾക്കില്ല, മുസ്ലിം പറയും ഞങ്ങൾക്കില്ല എന്ന് പറയും. നമ്മൾ പറയും ഞങ്ങളുടെ കണക്കിൽ ഇതെല്ലാം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളാൻ പറയും. നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്നത് ആ ചൈതന്യമായിട്ടൊരു ബന്ധം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലത്ത് നിങ്ങൾക്ക് ആ ചൈതന്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്കത് മനസ്സിലായി, അതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്.
അപ്പോൾ ഈ ധർമ്മദേവതയുടെ സംഭവം തന്നെ ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ഈ ധർമ്മദേവത നമ്മളിങ്ങനെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ പലരും അന്വേഷിച്ചൊക്കെ കണ്ടെത്തും. അപ്പോൾ ചിലർക്ക് പറ്റുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചില വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അമ്മ വഴിക്കാണ് ബന്ധം, അച്ഛൻ വഴിക്ക് ബന്ധമില്ല. അപ്പം അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സമുദായക്കാർ സംബന്ധം കൂടാൻ വേണ്ടി ഉണ്ടായ സമുദായങ്ങൾ ആ രീതിയിൽ വന്നതുകൊണ്ടാണ് ഈ അച്ഛൻ വഴി വേണ്ട അമ്മ വഴി, അമ്മ യാഥാർത്ഥ്യവും അച്ഛൻ സങ്കല്പം എന്ന് പറയാറ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. കാരണം അമ്മ യാഥാർത്ഥ്യം അച്ഛൻ സങ്കല്പം എന്ന് പറയുമ്പോൾ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന വീടുകളിൽ ഒരു വീട്ടിൽ തന്നെ 40-50 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരേ സമയം തന്നെ ഒരു വീട്ടിൽ 4-5 സ്ത്രീകളൊപ്പം പ്രസവിച്ച് കിടക്കും. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദമ്പതികൾക്ക് എല്ലാം പെൺകുട്ടികളായിരുന്നു, ഒരു ആൺകുട്ടി വേണമെന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ഒരു വീട്ടിലെ ദമ്പതികൾ ഇത്തിരി സൗന്ദര്യത്തിൽ പിന്നിലാണ്, അല്ലെങ്കിൽ ബുദ്ധിയിൽ ഇത്തിരി പിന്നിലാണ്. അപ്പോൾ അവർക്ക് ആ ബുദ്ധിയുള്ള പാർട്ടിയുടെ ഒരു കുട്ടി, അല്ലെങ്കിൽ ആ സൗന്ദര്യമുള്ള ദമ്പതികളുടെ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, ഇങ്ങനെയൊക്കെ വേണമെന്ന് തോന്നിയിട്ട് ഇവർ വയറ്റാട്ടി തള്ളയെ സ്വാധീനിച്ച് ഈ കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടത്തി കഴിഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീക്ക് തൻ്റെ കുട്ടി ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഈ സങ്കല്പവും യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൽ എന്താ ഒരു യുക്തി ഉള്ളത്? ഒരു യുക്തിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് അച്ഛൻ ശിവനും അമ്മ പാർവതിയാണ്. അതായത് എപ്പോഴും ദൃഢചിത്തതയിൽ നിൽക്കുന്നത് ആണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങൾ ദൃഢചിത്ത എന്ന് പറഞ്ഞപ്പോൾ ഒരു മമതാ ബാനർജി ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടാവാം, ഒരു ജയലളിത ഉണ്ടാവും. ഇതെല്ലാം അപൂർവം. അല്ലാതെ വരുന്ന സംഭവം ഇപ്പോൾ നമ്മളുടെയൊക്കെ വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൂടുതൽ നിൽക്കുന്ന ആരായിരിക്കും? അച്ഛൻ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു ദൃഢമായ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നെ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത രീതിയിലാണ് അവിടെ നിർമ്മിച്ച് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്ത്രീക്കും പുരുഷനും അതേപോലെ തന്നെ ഈശ്വരൻ കഴിവുകളും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഇച്ഛാശക്തിയും കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ പുരുഷന്മാരെപ്പോഴും ദൃഢചിത്തരും സ്ത്രീകൾ ചപല ചിത്തരുമായിരിക്കും. അതിൻ്റെ കാരണം ശ്രൈണഭാവം, അതാണ് മാതൃത്വം. അപ്പോൾ മാതൃത്വം വരണമെങ്കിൽ ഒരു പിതാവിന് പിതൃത്വം വരാൻ പറ്റുള്ളൂ, ഒരിക്കലും മാതൃത്വം വരാൻ പറ്റില്ല. ഈ സ്ത്രൈണത ഉള്ളത് കൊണ്ടാണ് സ്ത്രീ ലോലയാവണത്. അല്ലാതെ ഒരു സ്ത്രീ എങ്ങനെ ലോലയാവണത്? അല്ലെങ്കിൽ കഠിനയാവും. അതുകൊണ്ടാണ് സ്ത്രീകൾ കഠിന ഹൃദയരാവുന്ന അപൂർവം വരുള്ളൂ. പിന്നെ ചില സീരിയലിൽ ദുഷ്ട കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്, അത് അവരുടെ വിജയത്തിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്നതാണെങ്കിൽ പോലും ചില വീടുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അവരുടെ മക്കളോട് എപ്പോഴും അവർ മൃദുലതയായിരിക്കും. അതായത് മരുമകളോട് ക്രൂരത ഉണ്ടെങ്കിലും മകനോട് മൃദുലതയായിരിക്കും. അപ്പോൾ അത് മാതൃത്വമാണ്. അത് അപ്പോൾ ഈ മാതൃത്വവും പിതൃത്വത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ധർമ്മദേവതാ സങ്കല്പം പൂർണ്ണമാവണമെങ്കിൽ എപ്പോഴും അച്ഛൻ്റെ വഴിക്കുള്ള സങ്കല്പത്തിൽ എത്തിയാൽ മാത്രമേ ധർമ്മദേവതാ ബന്ധം യാഥാർത്ഥ്യമാവുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് പലരും പൂജയ്ക്കൊക്കെ വരുമ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ രാശിയിൽ നോക്കുമ്പോൾ അതായിരിക്കില്ല. കാരണം അവർ പറയുന്നതായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ധർമ്മദേവത തടുക്കും. അപ്പോൾ തടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇവരുടെ സംഭവം ഇതല്ല. നമ്മൾ അവരോട് പറയും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ അവർ പറയും കണ്ണൂരിൽ നിന്ന് എന്താണ്, കാസർഗോഡ് നിന്ന് ഒന്നാണ്, ഇപ്പം അറിയില്ല. അപ്പം നിങ്ങൾ അന്വേഷിച്ച് പോയി കണ്ടെത്തിയിട്ട് വരണം. നമുക്കിത് പൂർണ്ണത എത്തിക്കണം. കാരണം നിങ്ങൾ കുറച്ച് പൈസയൊക്കെ മുടക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിർബന്ധമായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടണം. പിന്നീടുള്ള കാലത്തൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പരമ്പരയ്ക്ക്, നമ്മൾ പരമ്പര എന്ന് പറയുന്നത് 7 തലമുറയാണ്. അപ്പോൾ ഈ 7 തലമുറ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളാണ് ഇനി നമുക്ക് സന്താനം ഉണ്ടെങ്കിൽ ഈ സന്താനം നമ്മുടെ മുമ്പിലുള്ള തലമുറയും ബാക്കി 7 തലമുറ നമ്മുടെ പിമ്പിലേക്ക് പോകും. നമ്മൾ രണ്ടും നമ്മുടെ പിതാവ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ പിന്നിലേക്ക്. അങ്ങനെയാണ് 7 തലമുറ വരുന്നത്. അതേപോലെ മുമ്പോട്ട് പോകുന്ന തലമുറ എപ്പോഴും ആൺകുട്ടി ഇല്ലാണ്ടാവുമ്പോൾ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാറ്. ഏത് സമുദായക്കാരായാലും ആൺകുട്ടി പറഞ്ഞില്ലെങ്കിൽ ഉടനെ എന്താ പറയുന്നത്? തറവാട് അന്യം നിന്നു. അപ്പോൾ ഈ രണ്ടും കൂടി ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം വേണം, പക്ഷെ ചില സമ്പ്രദായം വരുമ്പോൾ മാത്രം അത് അതിലേ പോവുള്ളൂ, ഇത് ഇതിലേ പോവുള്ളൂ. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഒന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദേവതാ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്, ധർമ്മദേവതയുടെ സമ്പൂർണത എന്ന് പറയുന്നത് അച്ഛൻ ശിവനും അമ്മ പാർവതിയാണ്. അതേപോലെ ബിംബം പാർവതിയും മന്ത്രം ശിവനും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ബിംബം പാർവതി ഇരുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മന്ത്രശക്തി വന്നാലല്ലേ അതിന് ബലം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പാർവതി അവിടെ വെറുതെ ഇരിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ പൂർണ്ണത. അപ്പോൾ നമുക്ക് ഒരാളുടെ നിവൃത്തിയിലേക്ക് വരുമ്പോൾ, അവരുടെ തടസ്സമൊക്കെ തീർക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഡിപ്രഷൻ കേസൊക്കെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി വരുത്തുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം തടസ്സം അങ്ങനെ വരുന്ന കേസ് എന്ത് വന്നാലും നമുക്ക് എപ്പോഴും ധർമ്മദേവതയ്ക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ പിതൃക്കൾക്ക് ബലിയിടുന്ന കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഒരാൾ വന്നു പോകുകയെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതം നമ്മൾ വഴി തിരിച്ചു വിടുമെന്ന് പറഞ്ഞാൽ ഈ ദൈവിക വഴിയിൽ പരിപൂർണമായിട്ട് വിശ്വാസം, സമ്പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് വരുന്നതെങ്കിൽ അവർക്ക് നമ്മളുടെ അടുത്ത് 100% ഉറപ്പിൽ തന്നെയാണ് പൂജാ പരിഹാരം ചെയ്യുന്നത്. അല്ലാതെ ചീറ്റിംഗ് പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പൂജ ചെയ്യേണ്ട കാര്യമില്ല.
വരുമ്പോൾ തന്നെ പൈസ വാങ്ങിച്ചെടുക്കുക, വിളക്ക് കത്തിച്ച് വയ്ക്കുക, 4 പൂവെടുത്തിടുക, എല്ലാം ശരിയായെന്ന് പറയാം. കുറച്ച് കുങ്കുമം ഭസ്മന്തിയിലൊക്കെ കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് റിസൾട്ട് നിർബന്ധം വേണം എന്ന് തന്നെയാണ് ബലം പിടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ഒരാൾ നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 65 വയസ്സുണ്ട്, ഒരു നിവൃത്തിയില്ല, വാടകയ്ക്ക് കിടക്കുന്നത്, ഒരു മോളുള്ളൂ, മോൾക്ക് ഡിപ്രഷനാണ്, ഇനിയിപ്പോൾ ജീവിതം എങ്ങും എത്തില്ല, ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വയസ്സായ ആൾ ഇനിയിപ്പോൾ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നു, ഇനിയിപ്പോൾ എന്തുണ്ടാക്കാനാ ഈ പ്രായം, മോളാണെങ്കിൽ അതിന് ഡിപ്രഷനുമാണ്, അപ്പോൾ ഇനി നേർബുദ്ധിയുടെ കാര്യങ്ങൾ പോകുന്നൊരു തോന്നലില്ല, പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും എന്നെ സഹായിക്കണം, രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം എന്നല്ല, ദൈവം വിചാരിക്കണം നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഉപായം പറഞ്ഞുതരാം, ആ ഉപായം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശ്രമിക്കാം. അങ്ങനെ പറഞ്ഞു വിട്ടു. 3 ദിവസം 18 ചെറുനാരങ്ങ വാഴനാരി കോർത്തിട്ട് ഭഗവാന് ഗണപതിക്ക് നാരങ്ങമാല ചേർത്താൽ 3 ദിവസം ഗണപതി ഹോമം നടത്താം. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാനോട് മാല കോർക്കുമ്പോൾ പ്രാർത്ഥിക്കുക, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഇത്രയും വയസ്സായി, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതിന് നിവൃത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു ഏലസ് വാങ്ങിക്കാൻ വന്നു. അതിനുള്ള പൈസ ആൾക്ക് കിട്ടി. അങ്ങനെ ഏലസ്, അപ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആൾ വന്നത്. കാരണം ഈ ആളെ നമുക്ക് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളായിരുന്നു. ഇത് കഴിഞ്ഞ് ആളെ ഏലസ് വാങ്ങിച്ചുകൊണ്ട് പോയി, വീണ്ടും വഴിപാടൊക്കെ എഴുതി കൊടുത്ത്. ഏലസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പൂജയ്ക്കും വന്നു. അപ്പോൾ നമുക്ക് ഈ അടുത്തുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ ഇയാൾ പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ അതിശയമായിരുന്നു. കാരണം ഇങ്ങേരുടെ ഇരിപ്പും ഭാവവും പ്രവർത്തിയും കണ്ടപ്പോൾ ഇതൊന്നും നടക്കാത്തൊരു കാര്യമായിട്ടാണ് തോന്നിയത്. എന്നിരുന്നാലും ആൾ പൂജയ്ക്ക് വന്നു. അവിടം വരെ ഇയാൾ ഭയങ്കര ഭക്തിയും വിശ്വാസവും. പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് കൺഫ്യൂഷനായി, ഈ പൂജയും കാര്യമൊക്കെ നടത്തിയെല്ലാം ശരിയാവുമോ, ഇതൊക്കെ ശരിയാണോ, ആ ഒരു രീതിയിലേക്ക്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു ചേട്ടൻ വന്ന വഴി എങ്ങനെയാണ്, അത് ചേട്ടനൊന്ന് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ആദ്യം നാരങ്ങമാല ചാർത്തി, അപ്പോൾ എനിക്ക് ഏലസിന് പൈസ കിട്ടി, ഏലസ് കിട്ടി, എനിക്ക് പൈസ കിട്ടി. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ദൈവവിശ്വാസം ഇല്ലാത്ത രീതിയിൽ എന്താ സംസാരിക്കണേ. അപ്പോൾ ചേട്ടൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ 2 ഘട്ടം ചേട്ടൻ കടന്നു കഴിഞ്ഞു, ഇനി 3-ാം ഘട്ടമുള്ളൂ. അപ്പോൾ മോളുടെ ഡിപ്രഷൻ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരു ജോലിക്ക് പോയാൽ എൻ്റെ വിവാഹം കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടൻ്റെ ജീവിതം രക്ഷപ്പെടില്ലേ. പിന്നെ അത് എങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എൻ്റെ അറിവില്ലായ്മ. അപ്പോൾ വീണ്ടും അറിവില്ലായ്മ എന്നുള്ളൊരു വാക്കിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ദൈവമാണ് ഒരു മാർഗം കാണിച്ചത്, ഈ 65-ാം വയസ്സിൽ ഇത്രയും ഒരു മാർഗം കാണിച്ചു തന്നു. നിങ്ങൾ ഭക്തിപൂർവ്വം ഭഗവാന് മാലയൊക്കെ ചാർത്തി, അതിൻ്റെ പരിണിത ഫലമായിട്ട് നിങ്ങൾക്ക് ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടി. അത് കഴിഞ്ഞ് ഏലസ് ധരിച്ച് നിങ്ങൾ അടുത്ത ഭക്തിയിലേക്ക് പോയപ്പോൾ പൂജാപരിഹാരം ചെയ്യാനുള്ള സമ്പത്ത് തന്നു കഴിഞ്ഞു. അടുത്തതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ വിവാഹം, ജോലി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈശ്വരനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു. പിന്നെ ഇതൊക്കെ നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ അറിവില്ലായ്മയാണ്, അറിവില്ലായ്മ പൊറുക്കണം. അപ്പോൾ ആൾക്ക് ഇത്ര ഏജായി, അതുകൊണ്ടുള്ള, അതായത് വീടില്ല, വാടകയ്ക്ക് എടുക്കുന്ന അതിൻ്റെ ഒരു വിഷമം, പിന്നെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ, അതായത് ഇദ്ദേഹം പൂജയ്ക്കൊക്കെ റെഡി ആയപ്പോൾ അവിടെ അടുത്ത ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതാണ് ഈ ഭയപ്പാട്. നിങ്ങളിങ്ങനെ പറ്റിക്കലിൽ ചെന്ന് ചാടേണ്ട കാര്യമുണ്ടോ, അതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറ്റുന്നത് നമുക്ക് ഇതിനെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ 1000 പേര് 1000 അഭിപ്രായം പറയും, പക്ഷെ ജീവിതം വഴി മാറാനായിട്ട് ഒരാളുടെ അഭിപ്രായം തുണയായിട്ട് വരില്ല. അപ്പം നമ്മളുടെ ജീവിതം സേഫ്റ്റി ആക്കുക. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞിരുന്നു ഈ രോഗത്തിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഫാറ്റി ലിവർ, ഇതെല്ലാം കൊണ്ടും ഇങ്ങനെ കരൾ വീക്കം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത തരത്തിലുള്ള തലവേദന, തലകറക്കം, ശരിക്കും ഇത് ലിവർ സിറോസിസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഒരു പ്രധാന കാരണക്കാരൻ മദ്യപാനമാണ്, നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത എല്ലാം ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ലിവർ. നമ്മുടെ ആ ഒരു ടോക്സിൻസിനെ അലിയിക്കാനും നമ്മുടെ ഫാറ്റിനെ അലിയിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, എന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും കൂടിയാണ്. കാരണം നമ്മുടെ പാട്ട് തന്നെ കരളിന്റെ ശരിക്കും നമ്മൾ സ്നേഹത്തോടെ റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു വാക്കാണ് കരൾ. അപ്പോൾ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ സ്ട്രോങ് ആയി നിർത്തുന്ന, എന്തിനാ ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള സാധനം, രാസവസ്തുക്കൾ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ഈ ലിവർ എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് വേഗം മുറിവേൽക്കുന്നെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഇത്തരം മദ്യപാനമല്ലാതെ ഇത്തരം അനാരോഗ്യകരമായ ഭക്ഷണ ശൈലി കൊണ്ടും ഒക്കെ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ആശംസിക്കാനുള്ളത്
കിഡ്നി സ്റ്റോൺ ഗോൾ സ്റ്റോൺസ് ഉള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആണല്ലേ? ചിലപ്പോൾ ലിവർ സിറോസിസോ ഫാറ്റി ലിവറോ ആയിരിക്കാം ഇതെല്ലാം കോസ് ചെയ്യുന്നത്. എല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവരോട്, നമ്മുടെ പ്രേക്ഷകരോട് ആശംസിക്കാനുള്ളത്, ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, നല്ല ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പരമാവധി ജങ്ക് ഫുഡ്സും കോക്കിന്റെയൊക്കെ ഉപയോഗവും ഒഴിവാക്കുക, മദ്യപാനം കുറയ്ക്കുക. കേരളീയരോട് മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമാണെന്ന് അറിയില്ല. ഗവൺമെന്റ് തന്നെ പലപ്പോഴും പിന്മാറുന്ന ഒരു അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ഏതായാലും നല്ല രീതിയിൽ നമ്മുടെ ശരീരമാണ്, വേദനയേറ്റാലും നമ്മൾ സ്വയം അനുഭവിക്കണം. അപ്പൊ അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഹെൽത്തി ദിനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.